മൊഡ്യൂൾ 5 പ്രൊജക്റ്റ് പ്ലാനിങ്ങിൽ വാട്ട് ഈസ് എ പ്രൊജക്റ്റ്. അതായത് നമുക്ക് ഈ 5th മൊഡ്യൂളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കുറച്ച് ഷെഡ്യൂളിങ് എന്താണെന്നൊക്കെ നോക്കിയായിരുന്നു. ഇവിടെ കുറച്ച് തിയറി പോർഷൻസ് കൂടി ഉണ്ട്. അപ്പോൾ ആ പോർഷൻസ് കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഈ മൊഡ്യൂൾ തന്നെ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആണ് വാട്ട് ഈസ് എ പ്രൊജക്റ്റ്. എന്താണ് പ്രൊജക്റ്റ് എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് നമ്മളൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എക്സ്കവേഷൻ ഓഫ് എ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള എക്സ്കവേഷൻ, അതൊരു ആക്ടിവിറ്റി. അതേപോലെ തന്നെ അതിൻ്റെ താഴെ PCC ലേ ചെയ്യുന്നത്, അതായത് ഒരു സ്ലാബ് PCC സ്ലാബ് ലേ ചെയ്യുന്നത്, അതിൻ്റെ മേലെ ബേസ്മെൻറ്റ് കെട്ടി വരുന്നത്, ഇതൊക്കെ ഓരോരോ ആക്ടിവിറ്റീസുകളാണ്. അപ്പോൾ ഈ ഓരോരോ ആക്ടിവിറ്റീസുകൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആവുക. അപ്പോൾ ആ പ്രൊജക്റ്റിനെ അതിൻ്റെ ഡ്യൂറേഷനും ബഡ്ജറ്റും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എ പ്രൊജക്റ്റ് ഈസ് എ സീക്വൻസ് ഓഫ് യുണീക്ക്, കോംപ്ലെക്സ് ആൻഡ് കണക്റ്റഡ് ആക്ടിവിറ്റീസ് ഹാവിംഗ് വൺ ഗോൾ ഓർ പർപ്പസ് ആൻഡ് ദാറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ബൈ എ സ്പെസിഫിക് ടൈം വിത്തിൻ ബഡ്ജറ്റ് ആൻഡ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക്കേഷൻ. അതായത് ഒരു യുണീക്ക്, കോംപ്ലെക്സ് ആൻഡ് കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ഒരു ഗോളിക്ക്, അതായത് ഒരു ഗോൾ അല്ലെങ്കിൽ പർപ്പസ്. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ ഈ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ്, അതായത് വീട് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. ആ പർപ്പസിലേക്ക് എത്താനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസുകൾ, യുണീക്ക് ആയിട്ടുള്ളതും കോംപ്ലെക്സ് ആയിട്ടുള്ളതും ആക്ടിവിറ്റീസുകളെ കണക്ട് ചെയ്ത് ആ ഒരൊറ്റ ഗോളിലേക്ക് എത്താനായിട്ട് വിത്ത് സ്പെസിഫിക് ടൈം, വിത്തിൻ ബഡ്ജറ്റ് ആൻഡ് അക്കോർഡിംഗ് ടു സ്പെസിഫിക്കേഷൻ. അക്കോർഡിംഗ് ടു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ആ വർക്കിനെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ് ഇൻവോൾവ്സ് വേരിയിങ് മാൻ പവർ ആൻഡ് ദെയർ ഡ്യൂറേഷൻ ക്യാൻ റേഞ്ച് ഫ്രം ഫ്യൂ വീക്സ് ടു മോർ ദാൻ 5 ഇയർ. അതായത് ഇപ്പോൾ നമുക്കറിയാം 100 പേര് വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് 5 പേര് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ, അതായത് നമ്പർ ഓഫ് ഡേയ്സിൻ്റെ നമ്പർ എന്ത് ചെയ്തു പോകും, ഇൻക്രീസ് ആയി പോകും. ആ ഒരു പോയിൻ്റാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂൾ. അതായത് ആദ്യം തന്നെ നമ്മൾ പറയുന്നത് കൺസ്ട്രക്ഷൻ പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണെന്ന്. ഇപ്പം നമ്മൾ CPM പറട്ടൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പാത്തുകൾ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, 1 to 3, അല്ലെങ്കിൽ അതേമാതിരി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാം 1ൽ നിന്ന് 7ലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് പാത്തുകൾ കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാത്ത് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സാണ് എന്ത്, പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് പാത്തുകൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കും. അതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യണം. അതാണ് ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. An administrative process by which suitable line of action is selected out of various alternatives available for a project work is called planning. Construction planning is a fundamental and challenging activity in the management and execution of construction projects. ഇനി അടുത്തത്, general steps involved in an effective planning include time of delivering materials, അതായത് മെറ്റീരിയൽ ഡെലിവർ ചെയ്യാനുള്ള ടൈം, ടൈപ്പ്, ക്വാണ്ടിറ്റീസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് നീഡഡ്, അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് നമ്പർ ഓഫ് ലേബേഴ്സ് നീഡഡ് ആൻഡ് ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് ദേ വിൽ ബി നീഡഡ്, എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഫിനാൻഷ്യൽ എയ്ഡ് വിൽ ബി നീഡഡ്, ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റ്. ഇതൊക്കെ ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മുടെ ഒരു എഫക്റ്റീവ് പ്ലാനിങ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന സ്റ്റെപ്പുകൾ. അതായത് ഡെലിവറിങ് മെറ്റീരിയൽസിൻ്റെ ടൈം, ടൈപ്പ്, ക്വാണ്ടിറ്റി, ഡ്യൂറേഷൻ, എപ്പോഴാണ് നമുക്ക് ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ ഏത് സമയത്താണ് നമുക്ക് ആ എക്യുപ്മെൻറ്റ് വേണ്ടതെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നമ്പർ ഓഫ് ലേബേഴ്സിൻ്റെയും അവരെ എപ്പോഴാണ് ആവശ്യമുള്ളത് എന്നുള്ളതും, അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ എയ്ഡ് കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, പിന്നെ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവാനുള്ള ടൈം റിക്വയർഡും ഈ എഫക്റ്റീവ് പ്ലാനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താവും, ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന്. ഇനി അടുത്തതാണ് ഒബ്ജക്റ്റീവ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഒരു കൺസ്ട്രക്ഷൻ പ്ലാനിങ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, പ്രോപ്പർ ഡിസൈൻ ഓഫ് വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ദ പ്രൊജക്റ്റ്, അതായത് വേരിയസ് എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർ ഡിസൈന്, അതേപോലെ പ്രോപ്പർ ചോയ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ വെൽ ഇൻ അഡ്വാൻസ്, എംപ്ലോയിങ് ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ്, constant flow of funds till completion of project, following proper safety precautions to avoid accidents,
providing welfare schemes for the staff and the labor such as medical facilities, recreation, etc. To provide incentive for good workers, proper arrangement for communication and feedback in order to keep a record of the progress of work. ഈ ഇത്രയും ഒബ്ജക്റ്റീവ്സ് ആണ് കൺസ്ട്രക്ഷൻ പ്ലാനിങ് കൊണ്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ കൺസ്ട്രക്ഷൻ പ്ലാനിങ് പറഞ്ഞു. ഇനി കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ. നമ്മളിങ്ങനെ ചെയ്ത പ്ലാനിങ് ചെയ്തിട്ട് ഒരു പാത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്തല്ലോ. അപ്പോൾ ആ ഒരു ലൈൻ ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്തിട്ട് അത് ഇന്ന ടൈമിൽ തുടങ്ങി ഇന്ന ടൈമിൽ അവസാനിച്ചു എന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു ഡ്യൂറേഷൻ കൂടെ ഇൻക്ലൂഡ്, അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷനെ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഷെഡ്യൂൾ ചെയ്യും. ഇപ്പം നമ്മളായാലും ഒരു എക്സാമിന് കയറുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യണം. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഇത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 40 മാർക്സിൻ്റെ ആൻസർ വേഗം ചെയ്യും. അതിൽ ഓരോ 40 മാർക്കിൻ്റെ ആൻസറിന് ഞാൻ ഇത്ര ടൈം വെച്ചിട്ട് എഴുതും. അതിനെയാണ് എന്താ പറയുന്നത്, ഷെഡ്യൂൾ. അതായത് ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്. ആഫ്റ്റർ ദ പ്രൊജക്ട് ഈസ് പ്രോപ്പർലി പ്ലാൻഡ്, ഇറ്റ് ഈസ് ഷെഡ്യൂൾഡ്. Scheduling is a mechanical process for setting in order the various planned activities by fixing the starting and finishing dates to each of work in such a manner that the whole work should be done in an orderly and systematic way. Scheduling thus determines the time at which each operation or event in connection with construction should take place. പറഞ്ഞില്ലേ, ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ടൈമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി advantages of scheduling. It will give clear data about the type, quantity of the materials required at different stages of execution of work and duration of supply of materials. It will show the quantities and duration of various operations for which plant or equipment can be arranged well in time. It will help in arranging labor, both skilled and unskilled. The money required at different stages will also be known from the different data. The total time to complete the project is known. From the actual progress chart, it can be known whether the work is lagging behind or not. If the progress is slow, speeding up of activities can be arranged. അതായത് നമുക്കിപ്പോൾ ഒരു ഷെഡ്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ടൈപ്പ് അല്ല ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ആണ് റിക്വയർഡ്, അതേമാതിരി ഏതൊക്കെ സ്റ്റേജ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് വർക്ക്, അതേപോലെ ഡ്യൂറേഷൻ ഓഫ് സപ്ലൈ ഓഫ് മെറ്റീരിയലൊക്കെ വേണ്ട ആ ടൈം ഒക്കെ നമുക്ക് ആ ഷെഡ്യൂളിങ് നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ തന്നെ വേരിയസ് ഓപ്പറേഷൻസ്, അതായത് ഇപ്പോൾ നമുക്ക് എക്സ്കവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്, എക്സ്കവേറ്റിംഗ് ടൂൾസുകൾ റിക്വയർമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഷെഡ്യൂളിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ കോൺക്രീറ്റ് മിക്സ് ചെയ്യാനുള്ള കോൺക്രീറ്റ് മിക്സർ, അപ്പോൾ അതുപോലത്തെ മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സുകൾ വേണ്ടതുകൾ, ക്വാണ്ടിറ്റീസും അത് എത്ര ടൈമിൽ ആ കോൺക്രീറ്റിൻ്റെ വർക്ക് തുടങ്ങുമ്പോൾ ഏത് ഡേ തുടങ്ങി ഏത് ഡേയിൽ ആ എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഷെഡ്യൂളിങ്ങിൽ കാണാൻ പറ്റും. അതേപോലെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെയും അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെയും. ഇപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കമ്പി കെട്ടാൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്കിൽഡ് ലേബേഴ്സിനെ വേണം. അതേസമയം നമുക്കിപ്പോൾ സഹായത്തിനായിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആളില്ലേ, ആ ആൾക്ക് അത്ര സ്കില്ല് വേണമെന്നില്ല, കമ്പാരിറ്റീവ്ലി സ്കില്ല് റിക്വയർഡ് അല്ല. അപ്പോൾ സ്കിൽഡും അൺസ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ലേബേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ, അതേമാതിരി ഓരോ ടൈമിലും ഓരോ സ്റ്റേജസിലും നമുക്ക് എത്ര ക്യാഷ് മണി റിക്വയർഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും, അതേപോലെ കംപ്ലീറ്റ് ടൈം ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാനുള്ള ആ ടൈം അറിയാം. അതേപോലെ തന്നെ നമ്മുടെ പ്രോഗ്രസ്, ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ സമയത്ത് ആ ഒരു ടൈമിൽ കൂടെ തന്നെയാണോ വർക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ലാഗിങ് ഉണ്ടോ, അത് പ്രോഗ്രസ് സ്ലോ ആണോ, ഇനി എന്തൊക്കെയാണ് സ്പീഡപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഷെഡ്യൂള് ഹെൽപ്ഫുള്ളാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾ. നമ്മൾ ഷെഡ്യൂളിനെ 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ, മെറ്റീരിയൽ ഷെഡ്യൂൾ, ലേബർ ഷെഡ്യൂൾ, എക്യുപ്മെൻറ്റ് ഷെഡ്യൂൾ ആൻഡ് ഫിനാൻഷ്യൽ ഷെഡ്യൂൾ. അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ. കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ടുള്ള ആ വർക്കിൻ്റെ ഷെഡ്യൂൾ. ഒരു പ്രൊജക്റ്റിൻ്റെ ഫുൾ ഷെഡ്യൂള്. അതിൽ ഇപ്പോൾ മെറ്റീരിയൽസ് ഉണ്ടാവും, ലേബേഴ്സ് ഉണ്ടാവും, എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ, ലേബർ, എക്യുപ്മെൻറ്റ്, ഫിനാൻഷ്യൽ, എല്ലാ ഡീറ്റെയിൽസുമുള്ള ഷെഡ്യൂളാണ് കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ.
എ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ഈസ് എൻ എൻറ്റയർ ബ്ലൂ പ്രിൻറ്റ് ഓഫ് ഹൗ എ പ്രോജക്റ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് ആൻഡ് ബൈ വെൻ. അതായത് എങ്ങനെയാണ് എപ്പോഴാണ് ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഈ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. എ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ഔട്ട്ലൈൻ പ്രൊജക്റ്റ് time frames or milestones and tracks project progress to keep everything on time and on budget. It is the backbone of any thriving project management of for construction. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ എൻ്റയർ വർക്കിൻ്റെ ഷെഡ്യൂളാണ്. അപ്പോൾ അത് ഒരു ബാക്ക് ബോണാണ് നമ്മുടെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിനെ വിളിക്കാം. ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിൽ നമുക്ക് ആ ടൈം ആ പ്രോജക്റ്റിന് ചെയ്യാനുള്ള ഡ്യൂറേഷനും അതേപോലെ തന്നെ അതിൻ്റെ ബഡ്ജറ്റൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ പ്രൊജക്റ്റ് ഡെലിവറബിൾസ്, റിസോഴ്സ് മാനേജ്മെൻറ്റ്, അസറ്റ് അലോക്കേഷൻസ്, ടാസ്ക് റിക്വയർഡ് ടു ഫിനിഷ് കൺസ്ട്രക്ഷൻ, ഡിപ്പെൻഡൻസീസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടാസ്ക്സ്, കൺസ്ട്രക്ഷൻ ഡെഡ്ലൈൻസ് ആൻഡ് ടാസ്ക് ഡ്യൂറേഷൻ, ബഡ്ജറ്റ് ആൻഡ് കോസ്റ്റിംഗ് ഓഫ് ഇൻവോൾവ്ഡ് പാർട്സ്. ഇനി എന്തുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആയെന്ന് വെച്ചാൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്. വർക്കിംഗ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് മീൻസ് മാനേജിങ് ദം പ്രോപ്പർലി ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് റിസോഴ്സസിൻ്റെ അളവ് ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടി വരും. വിത്തൗട്ട് പ്രോപ്പർ റിസോഴ്സ് മാനേജ്മെൻറ്റ് വർക്ക് കാൺ ബി ഡൺ എഫിഷ്യൻ്റ്ലി വിച്ച് കുഡ് ഇവൻച്വലി ലീഡ് ടു ഡിക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻക്രീസ്ഡ് ഡിസ്കണ്ടൻറ്റ് എമംഗസ്റ്റ് എംപ്ലോയീസ്. അതായത് നമ്മളത് പ്രോപ്പറായിട്ട് റിസോഴ്സ് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ വർക്കിൻ്റെ എഫിഷ്യൻസി കുറയും അല്ലേ. ദിസ് ഈസ് വൈ മാനേജേഴ്സ് ഷുഡ് പ്ലാൻ ദ യൂസ് ഓഫ് ഈച്ച് ആൻഡ് എവറി റിസോഴ്സസ് ഇൻ ഓർഡർ ടു ഹെൽപ്പ് എവറി വൺ ടു ഡു ദെയർ ജോബ്സ് ആസ് എഫിഷ്യൻ്റ്ലി ആസ് പോസിബിൾ. അതുകൊണ്ടാണ് നമുക്ക് റിസോഴ്സ് മാനേജ്മെൻറ്റിൽ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആയത്. അതേപോലെ റോഡ് മാപ്പ് പ്രൊവൈഡ്സ് എ റോഡ് മാപ്പ്. വെൻ മാനേജർ ക്രിയേറ്റ്സ് എ ഷെഡ്യൂൾ ഇറ്റ് കിക്സ് ഓഫ് ദി കൺസ്ട്രക്ഷൻ പ്രോസസ് ആൻഡ് ഗീവ്സ് ദ എൻറ്റയർ ടീം ഇൻസ്ട്രക്ഷൻസ് ടു റെഫർ ടു ആൻഡ് ഫോളോ. ബൈ അസൈനിങ് ദം ഫിക്സസ് ടാസ്ക്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, managers give the entire crew a sense of direction and a road map to follow. അതായത് ഒരു മാനേജർ നമുക്ക് ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അവരുടെ വർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഷെഡ്യൂൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വർക്ക് ചെയ്യുന്നതും ഓരോ പാർട്സ് ഓരോ കാറ്റഗറിയിലുള്ള എംപ്ലോയേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ വർക്ക് എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിക്കണം, എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് അത് തരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡയറക്ഷൻ തരാനായിട്ട് കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡയറക്ഷൻ തരാനും ദെൻ അസറ്റ് അലോക്കേഷൻ. എ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ അലോ മാനേജേഴ്സ് ടു അലോക്കേറ്റ് ലേബർ, എക്യുപ്മെൻറ്റ് ആൻഡ് മെറ്റീരിയൽ പ്രോപ്പർലി. അതായത് നമുക്ക് വേണ്ട ലേബേഴ്സിനെയും എക്യുപ്മെൻറ്റിനെയും മെറ്റീരിയൽസും ഒക്കെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ഹെൽപ്പ് ചെയ്യും. കീപ്പിംഗ് തിങ്സ് അണ്ടർ ബഡ്ജറ്റ്. അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ബഡ്ജറ്റിൻ്റെ അണ്ടറിലായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രോപ്പർ പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ക്യാൻ ആക്യുറേറ്റ്ലി പ്രെഡിക്റ്റ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. അതായത് നമ്മൾ ആ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള അതിൻ്റെ കോസ്റ്റും അതായത് ഡ്യൂറേഷനും കോസ്റ്റും നമ്മൾ കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എസ്റ്റിമേറ്റ് ചെയ്ത എമൗണ്ടിനുള്ളിൽ തന്നെയല്ലേ വർക്ക് പോണേന്ന് കീപ്പ് ചെയ്യാനായിട്ടാണ് നമുക്ക് പ്രൊജക്റ്റ് ഷെഡ്യൂൾ ഹെൽപ്പ് ചെയ്യുന്നത്. ദിസ് ക്യാൻ ഹെൽപ്പ് കീപ്പ് ദ പ്രൊജക്റ്റ് വിത്തിൻ ദ സെറ്റ് മോണിറ്ററി ലിമിറ്റ്സ്, കീപ്പിംഗ് ബോത്ത് ദ മാനേജേഴ്സ് ആൻഡ് ദ ക്ലയൻറ്റ് ഹാപ്പി. ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് മാനേജിങ് ആൻഡ് അലോക്കേറ്റിംഗ് റിസോഴ്സസ് പ്രയർ ടു പ്രൊജക്ട് എക്സിക്യൂഷൻ ഹെൽപ്പ് എൻഷുർ ദാറ്റ് ദ റൈറ്റ് മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെൻറ്റ് ആർ യൂസ്ഡ്, മെയിൻറ്റെയിനിങ് ക്വാളിറ്റി ത്രൂ ഔട്ട് ദ പ്രൊജക്ട് ലൈഫ് സൈക്കിൾ. അപ്പോൾ നമ്മൾ മുന്നേ കൂട്ടി നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് പ്രൊജക്റ്റ് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് ഈ പ്രൊജക്റ്റ് പ്ലാനിങ് പ്രൊജക്ട് കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ഹെൽപ്പ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല, ഇതൊരു കൺസ്ട്രക്ഷൻ ഷെഡ്യൂളാണ്. അതിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എൻഡിങ് പോയിൻറ്റും കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തതാണ് മെറ്റീരിയൽ ഷെഡ്യൂൾ. മെറ്റീരിയൽ ഷെഡ്യൂൾ ഈസ് എ ഡോക്യുമെൻറ്റ് ഓഫ് ദാറ്റ് ഫോക്കസസ് ഓൺ ദ മെറ്റീരിയൽ കോമ്പോസിഷൻ ഓഫ് ദ പ്രൊജക്ട്, ഷോയിങ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദ വേരിയസ് മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ്സ് നീഡഡ് ടു അക്കംപ്ലിഷ് എ ബിൽഡിംഗ് പ്രൊജക്ട് ഫ്രം ബിഗിനിങ് ടു ഫിനിഷ്. അതായത് ഒരു വർക്ക് തുടങ്ങി അവസാനിക്കുന്ന വരെ നമുക്ക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ അത് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് സിമെൻറ്റ്, സാൻഡ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ, ഇത് 5 വേണം. അത് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ അത് കൺസ്ട്രക്ഷൻ്റെ ഇതിലായാലും ഇപ്പോൾ നമുക്ക്
ഒരു ബിൽഡിംഗ് ആണ് നമ്മുടെ വർക്ക് പ്രൊജക്റ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോർസ്, അതേപോലെ ടൈൽസ്, ഇനി ഒരുപാട് വേറെ മെറ്റീരിയൽസും നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആ മെറ്റീരിയൽസുകളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാം. അതായത് ഡോക്യുമെൻ്റ് ഷേപ്പ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണിക്കാം. ഇപ്പോൾ സിമെൻറ്റ്, സ്റ്റീൽ, സാൻഡ് കണ്ടോ, ഇതേമാതിരി നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കലാണ് എന്ത് മെറ്റീരിയൽ ഷെഡ്യൂൾ. അത് എത്ര വേണം, എപ്പോഴൊക്കെ വേണം എന്നുള്ള ഷെഡ്യൂളിങ്. മെറ്റീരിയൽ schedule are prepared using work quantities calculated from the building drawing and specification related to standard material obtained in the market. അതായത് നമുക്ക് മെറ്റീരിയൽസ് ഏതൊക്കെ മെറ്റീരിയൽസ് വേണം, സ്റ്റീലിൻ്റെ ആയാലും കോൺക്രീറ്റിൻ്റെ ആയാലും അതൊക്കെ നമുക്ക് നമ്മുടെ പ്ലാനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽസ് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണെന്നൊക്കെ എൻഷുർ ചെയ്യാനും അത് നമുക്ക് പ്രൊജക്റ്റിൻ്റെ വർക്കിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ അവൈലബിൾ ആക്കാനും വേണ്ടിയിട്ട് മെറ്റീരിയൽ ഷെഡ്യൂൾ ഹെൽപ്പ് ചെയ്യും. മെറ്റീരിയൽ ഷെഡ്യൂൾ ഷോസ് the direct relationship between the project scope and design to the material cost, type, size and quantities. Benefits of material schedule. Material schedule enable the active participation of client in the procurement process of material and components. Material schedule provide a flexible tool for both cost and quality control. Suitable informal and informal procurement settings. Material schedule provide a useful tool for implementing material management, which helps to ensure that projection of material costs are maintained or suspended. Material schedule serves as an instrument that enable easy cash flow and budgeting for both the client and the contractor. Material schedule also provide a useful tool for both resource management and work plan. അതായത് ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്, മെറ്റീരിയൽ ഷെഡ്യൂൾ എനബിൾ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ക്ലയൻറ്റ് ഇൻ ദ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് കമ്പോണൻറ്റ്. നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ആ മെറ്റീരിയൽ അതായത് ക്ലയൻറ്റിന് അവൈലബിൾ ആക്കാൻ അല്ലെങ്കിൽ നമുക്ക് മേടിക്കാനായിട്ട് മെറ്റീരിയൽ ഷെഡ്യൂൾ ഹെൽപ്പ് ചെയ്യും. അതേപോലെ മെറ്റീരിയൽ ഷെഡ്യൂൾ പ്രൊവൈഡ് എ ഫ്ലെക്സിബിൾ ടൂൾ ഫോർ ബോത്ത് കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി. നമുക്ക് ആ ഷെഡ്യൂളിൽ നോക്കിയിട്ട് നമ്മുടെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ കോസ്റ്റും നമ്മുടെ വർക്കിന് സ്യൂട്ടബിൾ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ മെറ്റീരിയൽ മാനേജ്മെൻറ്റിന് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ മെറ്റീരിയൽ ഷെഡ്യൂൾ സെർവ് ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് എനബിൾ ഈസി ക്യാഷ് ഫ്ലോ. നമ്മുടെ ക്യാഷ് ഫ്ലോ ഈസി ആക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റിനും കോൺട്രാക്റ്റിനും, അതായത് ഇപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവില്ല നമുക്ക് അതായത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണോ യൂസ് ചെയ്തേക്കുന്നതെന്ന് ക്ലയൻറ്റിനും കോൺട്രാക്ടറിനും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ഷെഡ്യൂൾ നമുക്ക് ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസിൻ്റെ കറക്റ്റ് മേടിച്ച പ്രൊഡക്റ്റിൻ്റെ ക്യാഷും അതേപോലെ തന്നെ ക്വാണ്ടിറ്റിയൊക്കെ കാണിച്ചിട്ട് നമുക്ക് ക്ലയൻറ്റിനെ എന്ത് ചെയ്യാം, ഹാപ്പി ആക്കാൻ അല്ലെങ്കിൽ വിശ്വസിപ്പിക്കാൻ പറ്റും. മെറ്റീരിയൽ ഷെഡ്യൂൾ ഓൾസോ പ്രൊവൈഡ്സ് എ യൂസ്ഫുൾ ടൂൾ ഫോർ ബോത്ത് റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് വർക്ക് പ്ലാൻ. അതായത് മെറ്റീരിയൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട്, നേരത്തെ പറഞ്ഞില്ലേ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ റിസോഴ്സ് യൂസ് ചെയ്യാനായിട്ട് മെറ്റീരിയൽ ഷെഡ്യൂൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റെപ്സ് ടു പ്രിപ്പയറിംഗ് മെറ്റീരിയൽ ഷെഡ്യൂൾ. അതായത് ഐഡൻറ്റിഫൈ എസ്റ്റാബ്ലിഷ് ദ വർക്ക് ക്വാണ്ടിറ്റി, അണ്ടർസ്റ്റാൻഡ് ദ ബിൽഡിംഗ് ഓർ കൺസ്ട്രക്ഷൻ പ്രോസസ്, identify work material proportion and components, understand material conversion factors and constants, adjustment the cover for wastage or shrinkage or bulkage. ഇതൊക്കെയാണ് നമ്മുടെ ഒരു മേജർ സ്റ്റെപ്സ് ടുവേർഡ്സ് പ്രിപ്പയറിംഗ് ഫങ്ഷണൽ മെറ്റീരിയൽ ഷെഡ്യൂൾ. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ മെറ്റീരിയൽ ഷെഡ്യൂളിൻ്റെ ഒരു എക്സാമ്പിളാണ്. പ്രോപ്പറായിട്ടുള്ളത് 2 എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. മറ്റേതിൽ നമുക്ക് ടൈമായിരുന്നു. ഇപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി റിക്വയർമെൻറ്റ് ഫ്രം സൈറ്റ്, ആ ഒരു ഡേറ്റുകളായാലും അതേപോലെ എന്ന് പ്ലേസ് ചെയ്തു, എപ്പോൾ ഡെലിവറി ചെയ്തു, ആക്ച്വൽ ഡേറ്റ് ഓഫ് ഡെലിവറി, ഡിലേ ഇൻ ഡേയ്സ്. സിമിലർലി നമുക്കിവിടെ ക്യാഷും എഴുതാം, ക്വാണ്ടിറ്റി എഴുതാം. അതിനൊക്കെ നമുക്ക് മെറ്റീരിയൽ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യും. ഇനി അടുത്തതാണ് ലേബർ ഷെഡ്യൂൾ. ലേബർ ഷെഡ്യൂൾ നമ്മൾ മെയിനായിട്ട് എന്തിനാണ് നോക്കുന്നത്, അപ്പം നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു,
സ്കിൽഡ് ആയിട്ട് അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴൊക്കെയാണ് ലേബേഴ്സിന് ആവശ്യം, അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ലേബർ ഷെഡ്യൂൾ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ എത്ര ലേബേഴ്സിനെ വേണം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉള്ളത് പ്രീകാസ്റ്റ് ചെയ്തിട്ട് അവരെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സിൽ വർക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് ലേബർ ഷെഡ്യൂൾ ഹെൽപ്പ് ചെയ്യും. ദിസ് ഷെഡ്യൂൾ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ലേബേഴ്സ് റിക്വയർഡ് ഫോർ ഈച്ച് ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ഓപ്പറേഷൻസ്. Labor schedule helps in making arrangements for laborers of different categories well in advance. The calculation of labor strength required for various activities during a specified period should be done. Accordingly, we can calculate other unskilled laborers, male coolies, female coolies required per day. നേരത്തെ പറഞ്ഞ ആ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇനി എക്യുപ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, നമുക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സുകൾ എന്ത് ചെയ്യുക, എപ്പോൾ വേണം. ഇപ്പോൾ നേരത്തെ ആ കോൺക്രീറ്റ് മിക്സർ ആയാലും അതേപോലെ എക്സ്കവേറ്റിംഗ് ടൂൾസുകൾ, ഒരുപാട് ടൂളുകൾ നമുക്ക് കൺസ്ട്രക്ഷന് റിക്വയർഡ് ആയിട്ട് വലിയ ഹെവി കൺസ്ട്രക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റുകളായിക്കോട്ടെ അതേപോലെ തന്നെ എക്യുപ്മെൻറ്റ്സുകളായാലും നമുക്ക് വേണം. അപ്പോൾ അതൊക്കെ എപ്പോൾ തുടങ്ങി വേണം, അതേപോലെ അത് ലീസിനുള്ളൂ, നമ്മൾക്ക് സ്വന്തമായിട്ട് മേടിക്കില്ല. അപ്പോൾ ആ ലീസിനെടുത്ത ഡേറ്റ്, എത്രത്തോളം ലീസ് കൊടുക്കണം, അതൊക്കെ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതാണ് എക്യുപ്മെൻറ്റ് ഷെഡ്യൂൾ. എക്യുപ്മെൻറ്റ് ഷെഡ്യൂൾ മീൻസ് ഈച്ച് എക്യുപ്മെൻറ്റ് ലീസ് ഷെഡ്യൂൾ ഫ്രം ടൈം to time executed by lessor and lessee with respect to an equipment group pursuant to and incorporating by reference all of the terms and conditions of the master equipment lease agreement. ഒരു എഗ്രിമെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാട്ടോ. എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഇത് രണ്ട് ഡെഫിനീഷൻസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഡെഫിനേഷനാണ് സ്യൂട്ടബിളായിട്ട് മീൻസ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഡെഫിനേഷൻ എഴുതിയാൽ മതി. A document that describes in detail the equipment being leased, the financial terms and other terms, including the lease term, commencement date, repayment schedule and location of the equipment. രണ്ടും എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തന്നെയാണ്, ഫിഗേഴ്സ് ഒന്നും വരയ്ക്കേണ്ടതില്ല, ജസ്റ്റ് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമേ തിയറി പോർഷൻസിൽ നിന്ന് വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനേ വരുള്ളൂ. നിങ്ങൾക്ക് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രോബ്ലം ആയിരിക്കും വരിക. അത് ഒന്നില്ലെങ്കിൽ CPM മെത്തേഡ് അല്ലെങ്കിൽ പെർട്ട്, ഇതിലേതെങ്കിലും ഒന്ന്. ഞാനിപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരെണ്ണം മാത്രം പഠിക്കണം എന്നല്ല, ചിലപ്പോൾ ഭാഗ്യവശാൽ രണ്ടും പെർട്ട് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ 2 CTM തന്നെ ചോദിക്കും വരാം. മെയിനായിട്ട് ഒന്നെങ്കിൽ ഒരു CPMൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ പെർട്ടിൻ്റെ പ്രോബ്ലം, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അല്ലെങ്കിൽ പെർട്ട്, ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് വരാം 14 മാർക്കിൻ്റെ. ഈ പോർഷനിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനേ വരുള്ളൂ തിയറി പോർഷനിൽ നിന്ന്. പെർട്ടിലത്തെ തിയറിയും വരും കേട്ടോ. പെർട്ടിലത്തെ ഇപ്പോൾ ടൈമുകൾ, എസ്റ്റിമേറ്റഡ് ടൈമുകൾ പറയാം. അതേപോലെ CPM നിന്നായാലും ആ ടൈമുകൾ എന്താണ് ആക്ടിവിറ്റി ഒക്കെ ചോദിച്ചു എന്ന് വരാം. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണല്ലോ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പോർഷനിൽ നിന്ന് വരാം. തിയറി 3 മാർക്കിനേ വരുള്ളൂ. മെയിനായിട്ട് നിങ്ങൾ പ്രോബ്ലം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, ഒരിക്കലും തെറ്റിക്കാണ്ടിരിക്കുക, സിമ്പിളാണ് ചെയ്യാൻ. ഫിനാൻഷ്യൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പ്രൊജക്റ്റ്. ഫിനാൻഷ്യൽ ഷെഡ്യൂളിനെ നമ്മൾ ക്യാഷ് ഫ്ലോ ഷെഡ്യൂൾ എന്നും വിളിക്കും. നിങ്ങൾക്ക് എക്സാമിന് ക്യാഷ് ഫ്ലോ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യൽ ഷെഡ്യൂൾ തന്നെയാണ് കേട്ടോ. ദ ക്യാഷ് ഫ്ലോ ഷെഡ്യൂൾ ഈസ് ഡെവലപ്ഡ് ടു എസ്റ്റിമേറ്റ് ആൻഡ് ഷെഡ്യൂൾ ക്യാഷ് ഔട്ട്ലെറ്റ് of the project by time periods. It's particularly important on project with multi sources of constructing financing to determine if enough funds will be available at the right time. The steps should be done simultaneously with the previous steps in order to determine the cost of construction period interest. അതായത് നമുക്ക് ഒരു വർക്കിൽ ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് കറക്റ്റ് നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ട കോസ്റ്റ്, അതേപോലെ ഓരോ വർക്കിലും ഓരോ കൺസ്ട്രക്ഷൻ വർക്കിലും എത്ര നമുക്ക് പൈസ വേണം, അതേപോലെ ഇപ്പം വർക്കിൻ്റെ ഇടയിൽ ഇപ്പം എത്രയായി പൈസ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ, അഡീഷണൽ ആവശ്യമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഷെഡ്യൂൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞു. താങ്ക് യു.